രാഷ്ട്രീയമായി ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം ചൂടുപിടിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായിരിക്കുന്നതിനിടയിൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട 3 പേരുകളിൽ ഏറ്റവും പ്രമുഖനായ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിനെയാണ് വീണ്ടും 2026-27 വർഷത്തേക്കുള്ള പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സ്പീക്കർ ഓം ബിർളയുടെ ഉത്തരവ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം 15 ലോക്സഭാ എംപിമാരും 7 രാജ്യസഭാ എംപിമാരും അടങ്ങുന്ന 22-അംഗ സമിതിയാണ്. അതിന്റെ ചെയർമാനായാണ് മലയാളിയായ KC വേണുഗോപാൽ ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് 3 പേരാണ്, 3 മലയാളികളാണ് PSC അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. 1948-49 കാലഘട്ടത്തിൽ ജോൺ മത്തായി, പിന്നീട് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ, പിന്നീട് 2014 മുതൽ 2016 വരെ ഒടുവിൽ KV തോമസ്, അതിനുശേഷം KC വേണുഗോപാൽ. അങ്ങനെ 4ാമതൊരു മലയാളി വീണ്ടും ആ സ്ഥാനത്ത് തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കടന്നുവരാനുള്ള KCയുടെ നീക്കം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുകയാണോ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന, സസ്പെൻസ് നിറയുന്ന ഒരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് PSCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ തിരികെ എത്തുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി പോരിൽ പിന്നെ ശേഷിക്കുന്നത് 2 പേരാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയും. ഈ 2 പേരിൽ KC വേണുഗോപാൽ ഇവിടേക്ക് കടന്നു വരുന്നതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ വേണുഗോപാലിന്റെ പിന്തുണ പിന്നെ ആർക്ക് എന്നതാകും UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യത്തിൽ ഏറ്റവും നിർണായകമായി മാറും. ഡാൻ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഒറ്റയ്ക്കൊരു കാര്യം, അതായത് വേറൊന്നുമല്ല, KC വേണുഗോപാലിനെ ഇത്തരത്തിൽ PSC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എത്തുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ KC ക്യാമ്പിന് പറയാമല്ലോ. അതായത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം ഒരു മുഖമായി KC നിൽക്കുന്നു. അപ്പോൾ KCയുടെ പ്രാധാന്യമേറുന്നു എന്നുള്ള ഒരു വാദം അവിടെ ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ? അതിന് ഇപ്പോൾ ഈ പദവി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ പ്രാധാന്യമേറുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമില്ല. കാരണം KC വേണുഗോപാൽ കോൺഗ്രസിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ രംഗത്തെ ഒരു അവസാന വാക്കായി മാറുന്ന ചുരുക്കപ്പട്ടികയിൽ KC വേണുഗോപാൽ ഉണ്ട്. കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഒരു പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന KC വേണുഗോപാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കൂടി ഏകോപിപ്പിക്കുന്ന നിർണായകമായ ചുമതലയുണ്ട്. അങ്ങനെ ദേശീയ രംഗത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം വലം കൈയായി നിന്ന് കോൺഗ്രസിന്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാലാണ് ഈ നിർണായകമായ സമയത്ത് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് 2026-27 വർഷത്തേക്ക് തുടരുമെന്ന തീരുമാനം പാർലമെന്റ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം വിസമ്മതിച്ചാൽ അദ്ദേഹത്തിന് ഇവിടേക്ക് തിരികെ വരാം. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ സുപ്രധാനമായ പദവി വേണ്ടെന്ന് വെച്ച് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായി കടന്നു വരുമോ എന്ന ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യം ബാക്കിയാകുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അനുഭാവികളായിട്ടുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ KC വേണുഗോപാൽ അങ്ങനെ തന്നെ ഉണ്ട്, അദ്ദേഹം സംസ്ഥാനത്ത് സജീവമായി തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഒരു വശത്ത് പങ്കുവെക്കുമ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ AP അനിൽകുമാർ മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ രമേശ് ചെന്നിത്തലയെ വലിയ തരത്തിൽ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേരളം കണ്ടതാണ്. അത് ചില സൂചനകൾ കൂടിയാണ് പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF അധികാരത്തിലെത്തിയാൽ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുകയാണ്. KC വേണുഗോപാൽ നിർണായകമായ ഈ ഘട്ടത്തിൽ PSC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാണ്. റൈറ്റ്. എന്തായാലും ഡാൻ കുര്യൻ സൂചിപ്പിച്ചു തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും KC വേണുഗോപാൽ അത് ഇനി എന്താണ് മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിലെ അവസാന വാക്ക് എന്നുള്ളത് കാത്തിട്ട് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.